ലഹരിക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തുന്നവരാണ് രാഷ്ട്രീയ നേതാക്കളും പൊതുപ്രവർത്തകരും. എന്നാൽ അവരുടെ വീടുകളിൽ പോലും ലഹരി മാഫിയ ഒളിഞ്ഞിരിക്കുന്നുണ്ടാകും. കൊച്ചിയിൽ മയക്കുമരുന്നിന് അടിമയായ മകൻ രാഷ്ട്രീയ നേതാവായ അമ്മയ്ക്ക് നേരെ ആക്രമണം നടത്തിയ സംഭവം ഏറെ ഞെട്ടലുളവാക്കിയതാണ്. കൊച്ചിൻ കോർപ്പറേഷൻ മുൻ കൗൺസിലറും കോൺഗ്രസ് നേതാവുമായ ഗ്രേസി ജോസഫിനെ മകൻ കുത്തിപ്പരിക്കേൽപ്പിച്ചത് ആവശ്യപ്പെട്ട പണം നൽകാത്തതിൻ്റെ വിരോധത്തിലാണ്. സംഭവത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട മകൻ ഷെഫിൻ ജോസഫിന് വേണ്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. സാരമായി പരിക്കേറ്റ ഗ്രേസിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട്. അതേസമയം സംഭവത്തിൽ പരാതി നൽകാൻ കുടുംബം തയ്യാറായിട്ടില്ല. കലൂരിൽ ഗ്രേസി നടത്തിയിരുന്ന കടയിലെത്തി മകൻ ഷെഫിൻ ജോസഫ് പണം ആവശ്യപ്പെട്ടതോടെയാണ് കഴിഞ്ഞ രാത്രി സംഭവങ്ങളുടെ തുടക്കം. മകനും ഗ്രേസിയുമായി വാക്കുതർക്കമുണ്ടായതായാണ് വിവരം. തർക്കത്തിനൊടുവിൽ കത്തികൊണ്ട് മകൻ ഗ്രേസിയെ കുത്തുകയായിരുന്നു. ഷെഫിൻ സംഭവ സ്ഥലത്തു നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഇയാൾ ലഹരിക്ക് അടിമയാണെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. പരാതിയില്ലെന്നാണ് ഇതുവരെയും കുടുംബത്തിന്റെ നിലപാടെങ്കിലും കുറ്റകൃത്യം നടന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഗ്രേസിയുടെ മൊഴിയെടുക്കും. ഷെഫിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നതായും പോലീസ് വ്യക്തമാക്കി. ഗ്രേസിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെങ്കിലും സംസാരിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് എത്തിയിട്ടില്ല. കുടുംബം പരാതി നൽകുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കേസെടുക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. മകന് കൗൺസിലിംഗ് നൽകുന്ന കാര്യങ്ങളാണ് ഗ്രേസി പോലീസുമായി സംസാരിച്ചിട്ടുള്ളതെന്നാണ് അറിയാവുന്നത്. 2015-20 കലൂർ സൗത്തിൽ നിന്നുള്ള കോൺഗ്രസ് കൗൺസിലറായിരുന്നു ഗ്രേസി ജോസഫ്. ന്യൂസ് 18 കൊച്ചി.